കാനഡയിൽ ബൈബിൾ നിരോധിച്ചോ എന്നുള്ളൊരു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സംസാര വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത്. ബിൽ C9 ദി കമ്പാറ്റിംഗ് ഹെയ്റ്റ് ആക്ട് എന്നുള്ള ഒരു ആക്ട് ഹൗസ് ഓഫ് കോമൺസ് ഈ മാർച്ച് മാസം 25-ാം തീയതി പാസ്സാക്കിയിരിക്കുകയാണ്. ഇനിയും ഒരു ഫൈനൽ സ്റ്റെപ്പ് കൂടെ അത് കടക്കേണ്ടതായിട്ടുണ്ട്. പാർലമെൻറ്റിൽ അത് പരിപൂർണമായിട്ടുള്ളൊരു നിയമം ആയിത്തീരുന്നതിന് വേണ്ടി. ഇത് ബാധകമായിരിക്കുന്നത് ബൈബിളിനും ക്രിസ്ത്യാനിത്വത്തിനും മാത്രമല്ല എന്നുള്ളത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാ മതങ്ങൾക്കും ഇത് ഒരുപോലെ ബാധകമാണ്. ക്രിസ്തീയ മതത്തിനും ഇസ്ലാം മതത്തിനും യഹൂദ മതത്തിനും ബൈബിളിനും ഖുറാനും തോറയ്ക്കുമെല്ലാം ഈ നിയമം ബാധകമാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. എല്ലാ മതങ്ങളിലെയും ഗ്രന്ഥങ്ങളിലെ ഒഫൻസീവായിട്ടുള്ള പ്രസ്താവനകൾ മറ്റുള്ള വിഭാഗക്കാർക്ക് ഹെയ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, പ്രകോപിതരാകുന്ന രീതിയിലുള്ള പ്രസ്താവനകളും വാക്കുകളും വാക്യങ്ങളും അത് പ്രയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നുള്ളതാണ് ഈ ഒരു ബില്ലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയുള്ള എല്ലാ സഭകളും അല്ലെങ്കിൽ എല്ലാ മോസ്കുകളും എല്ലാ സിനഗോഗുകളും അത് കാനഡ ഗവൺമെൻറ്റുമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു ചാരിറ്റിയാണ്. ചാരിറ്റിയുടെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ഈ ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ സഭകളെയെല്ലാം നിയന്ത്രിക്കുന്നത്. അതിനുള്ളിൽ വരുന്ന ഫണ്ടും അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമെല്ലാം ഗവൺമെൻറ് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നതിനാൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം എല്ലാ ഭാഗത്തും ഉണ്ടാകണമെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുകയാണ്. ഇപ്രകാരമുള്ള മതത്തിൻ്റെ കൂട്ടായ്മകൾ എവിടെയൊക്കെ കൂടിയാലും, അത് ഒരു റിലീജിയസ് ബിൽഡിങ്ങിലായിക്കൊള്ളട്ടെ, കമ്മ്യൂണിറ്റി സെൻറ്ററിലായിക്കൊള്ളട്ടെ, സ്കൂളുകളിലായിക്കൊള്ളട്ടെ, അത് ഏത് സ്ഥലത്തും, ഉദാഹരണത്തിന് ഒരു സെമിത്തേരിയിൽ പോലും ഒരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് മറ്റുള്ള മതത്തെയോ മറ്റുള്ള ജനങ്ങളെയോ ഏത് നാനാ തുറകളിലുള്ളവരെയോ ഒരു രീതിയിലും അവരുടെ ഉള്ളിലേക്ക് വിരോധം അടിച്ചേൽപ്പിക്കുന്ന വാക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു ബില്ലിൽ നിന്നും ഗവൺമെൻറ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത്. വിൽഫുൾ പ്രൊമോഷൻ ഓഫ് ഹെയ്റ്റ് ആണ്. അതായത് മനഃപൂർവ്വം ഹെയ്റ്റിനെ, വിരോധത്തെ, വിദ്വേഷത്തെ ഇൻജക്റ്റ് ചെയ്യുന്നതിന് എതിരായിട്ടാണ് ഈ ബില്ല് പ്രാവർത്തിക തലത്തിൽ വരുവാനായി പോകുന്നത്. കാനഡയുടെ ജനസംഖ്യയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ഇവിടെയുണ്ട്. യഹൂദന്മാരുണ്ട്, പലസ്തീനിൽ നിന്ന് വരുന്നവരുണ്ട്, ഇറാനിൽ നിന്ന് വരുന്നവരുണ്ട്, തുർക്കിയിൽ നിന്ന് വരുന്നവരുണ്ട്, യുക്രൈനിയൻസ് ഉണ്ട്, റഷ്യൻസ് ഉണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, യഹൂദന്മാരുണ്ട്. ലോകത്തിലെ സകല മനുഷ്യരും ഒരുപോലെ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് കാനഡ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ റെഫ്യൂജീസിനെ, അഭയാർത്ഥികളെ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവർ വളരെ സ്നേഹത്തോടുകൂടെയും അല്ലെങ്കിൽ വളരെ നന്ദിയോടുകൂടെയും വരുന്നു. എന്നാൽ അവർ വന്ന് അവരുടെ മതപരമായിട്ടുള്ള ഓരോ ചടങ്ങുകളിൽ ഏർപ്പെട്ട് അവരുടെ പഴയ ഓർമ്മകളിലേക്ക് അവർ വരുന്ന സമയത്ത് മതമെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ കയറുന്നതിന് ശേഷം മതപരമായിട്ടുള്ള രീതിയിൽ സകലരെയും കാണുകയും മതപരമായിട്ടുള്ള വിദ്വേഷങ്ങളിലൂടെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുകയും തുടങ്ങുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഹെയ്റ്റ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ വെറുപ്പ് തുടങ്ങുന്നത്. കാനഡയിൽ താമസിക്കുന്ന എല്ലാവർക്കും എല്ലാ രീതിയിലും മതപരമായിട്ടുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ എല്ലാം ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഫ്രീഡത്തെ മുതലെടുത്തുകൊണ്ട് മറ്റുള്ള മതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രവണത കഴിഞ്ഞ വർഷങ്ങളിലായി അത് കൂടി വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ളൊരു നീക്കം ഹൗസ് ഓഫ് കോമൺസ് നടത്തിയിരിക്കുന്നത്. ഈ ബില്ലിനെ ഒന്ന് വായിച്ചു നോക്കിയ സമയത്ത് അതിനകത്ത് കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ആൻറ്റി സെമിറ്റിസം എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യഹൂദ വിരോധം എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെ സിനഗോഗുകൾക്കും യഹൂദന്മാരുടെ ആരാധനാലയങ്ങൾക്കും നേരെ വളരെയധികം ആക്രമണങ്ങൾ കഴിഞ്ഞ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. യഹൂദന്മാർക്കെതിരെയുള്ള വർദ്ധിച്ചു വരുന്ന ഇപ്രകാരമുള്ള ഒരു വിരോധവും യഹൂദന്മാർക്കെതിരെ മാത്രമല്ല, ബാക്കി പല വിഭാഗങ്ങളും മതപരമായിട്ടുള്ള ഡിഫറൻസസ് മാത്രമല്ല, സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. സ്വവർഗാനുരാഗികൾക്കുമൊക്കെ വളരെയധികം സ്വാതന്ത്ര്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. ഇവിടെ ഇപ്രകാരമുള്ള ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു മതസ്ഥാപനങ്ങളും അതിന് അവരുടെ ഹെയ്റ്റ് ക്യാമ്പയിൻ മനഃപൂർവ്വമായി നടത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിന് പുറകിലുള്ള ആ ഒരു താല്പര്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വർഗത്തിനെതിരെയോ നിറത്തിനെതിരെയോ മതത്തിനെതിരെയോ അവൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി, സെക്ഷൽ ഓറിയൻറ്റേഷൻ, ഈ കാര്യങ്ങളുടെ ഒന്നിൻ്റെയും പേരിൽ ഒരിടത്തും പ്രസ്താവനകൾ പൊതുവിൽ ഇറക്കിയതിനു ശേഷം മനഃപൂർവ്വം ഹെയ്റ്റ് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുവാൻ ആരും ശ്രമിക്കരുത് എന്നുള്ളത് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കണമെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് ഡിസഗ്രിമെൻ്റ് ഉണ്ടാകരുതെന്നോ ഒന്നും ഇതിൻ്റെ അർത്ഥമില്ല. തീർച്ചയായിട്ടും ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തന രീതികളുണ്ട്. അവർ പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ അതിനകത്ത് എൻഗേജ് ചെയ്യുന്നത് പതിവാണ്. എന്നാൽ മനഃപൂർവ്വം
ഒരു സ്പർദ്ധ ഉളവാക്കുന്ന രീതിയിൽ, ഒരു ആക്രമണത്തിലേക്ക് നീങ്ങത്തക്ക രീതിയിൽ, ഒരു വയലൻസിലേക്ക് നീങ്ങത്തക്ക രീതിയിൽ മനഃപൂർവ്വം ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയെന്ന് തെളിവോടുകൂടെ അതിനെ ഹാജരാക്കുകയാണെങ്കിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് ടീം അവിടെ വന്ന് ഒരു ക്രിമിനൽ കുറ്റമായി അതിനെ കണ്ട് അതിനെ ചാർജ് ചെയ്യും എന്നുള്ളത് ഈ നിയമം ഇവിടെയുള്ള പൗരന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. ഇതിനോട് കൂടെ തന്നെ വിദ്വേഷയും സ്പർദ്ധയും ഉളവാക്കുന്ന സിംബലുകളൊന്നും പ്രദർശിപ്പിക്കുവാൻ അനുവാദമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമായും യഹൂദന്മാർക്ക് നേരെ ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ പ്രദർശിപ്പിച്ച നാസി ഹേക്കൻ ക്രൂസ് അഥവാ ഹുക്കഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നം ഒരിക്കലും ഇവിടെ പ്രദർശിപ്പിക്കുന്നതിന് പ്രത്യേകമായി ഈ ഒരു ക്ലോസിൽ അതിൻ്റെ ഒരു പ്രതിപാദ്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. യഹൂദന്മാർക്ക് എതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഹിറ്റ്ലറുടെ ഈ ഒരു സിംബല് മാത്രമല്ല, എന്നാൽ ഇതിന് തുല്യമായിട്ടുള്ള സിംബലുകൾ അത് ഏതൊക്കെയാണെങ്കിലും അതിനെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേക്കല്ല പ്രധാനപ്പെട്ട പ്രശ്നം, എന്നാൽ അത് മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യുവാൻ, പ്രൊവോക്ക് ചെയ്യുവാൻ, ആക്രമണത്തിലേക്കും അതിക്രമത്തിലേക്കും നയിക്കത്തക്ക രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ ഡിസ്പ്ലേ ചെയ്യുകയും അതിൻ്റെ ഇൻറ്റൻഷൻ വളരെ വ്യക്തമായിട്ടിരിക്കണം. ഇൻറ്റൻഷൻ അത് ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ പ്രത്യേക താല്പര്യത്തോടു കൂടെ പ്രദർശിപ്പിച്ചെങ്കിൽ മാത്രമേ അതൊരു ക്രിമിനൽ കുറ്റമാവുകയുള്ളൂ. 2023 4777 ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഈ കാനഡയിൽ നടന്നുവെന്ന് കണക്കുകൾ അത് രേഖപ്പെടുത്തുകയാണ്. എന്നാൽ 2022 ഉണ്ടായതിൻ്റെ 33% ഇതുപോലുള്ള ഹെയ്റ്റ് ഇൻസിഡൻറ്റിൻ്റെ വർധനവാണ് ഈ കാനഡയിൽ സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെയോ ഒരു പ്രത്യേക സെക്ഷുവൽ ഓറിയൻറ്റേഷനിൽപ്പെട്ടവരെയോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, അവരെ ആക്രമിക്കത്തക്ക രീതിയിൽ, അവർക്കെതിരെ ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ നടത്തുന്ന എല്ലാ പ്രസ്താവനകളും അത് ഏത് പുസ്തകത്തിൽ നിന്ന് വായിച്ചാലും അത് ക്രിമിനൽ കുറ്റമായി തീർന്ന ഒരു ബില്ല് തന്നെയാണിത്. ഇവിടെയുള്ള ലിബറൽ ഗവൺമെൻറ്റാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. കൺസർവേറ്റീവുകൾ അതിന് എതിരാണ്. എല്ലാവരുമല്ല, കൺസർവേറ്റീവുകളിലെ ചില എം പിമാർ അതിന് അനുകൂലമാണ്. പ്രത്യേകിച്ച് ക്യൂബക്കിലെ ചില എം പിമാർ അതിന് അനുകൂലമായി നിൽക്കുന്നുവെന്ന് അറിവുകൾ ലഭിക്കുന്നു. എന്നാൽ എല്ലാ രീതിയിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ബാധിക്കുന്ന ഒരു ബില്ലല്ല. ഇത് ഫ്രീഡം ഓഫ് റിലീജിയനെ, മതത്തിനുള്ള സ്വാതന്ത്ര്യത്തെ അതിനെ ബാധിക്കുന്ന ഒരു ബില്ലല്ലത്. ഇത് റൈറ്റ് ടു എക്സ്പ്രസ് ആൻഡ് പ്രൊട്ടസ്റ്റ്, അതായത് നമുക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിശ്വാസങ്ങളെയും അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി എതിരായിട്ടുള്ള ഒരു ബില്ലല്ലിത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്നുള്ളതാണ്. ലോകത്തിൽ എവിടെയെല്ലാം ബോംബ് പൊട്ടിയാലും എവിടെയെല്ലാം യുദ്ധം നടന്നാലും കാനഡയിൽ അതിനെതിരായിട്ടും അതിനനുകൂലമായിട്ടും വലിയ വലിയ പ്രൊട്ടസ്റ്റുകൾ, സമരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്ത് പലസ്തീനികളും അതിൻ്റെ മറുഭാഗത്ത് ഇസ്രയേലുകളും തമ്മിലുള്ള എത്രയോ ക്യാമ്പയിനുകൾ, പ്രൊട്ടസ്റ്റുകൾ ഇവിടെ 2023 മുതൽ ഒരു ശനിയാഴ്ച പോലും ബ്രേക്ക് ഇടാതെ ഇവിടെ നടത്തുന്നു എന്നുള്ളത് എല്ലാ ആഴ്ചകളിലും ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ സ്വാതന്ത്ര്യം ഈ ദേശത്തുണ്ട്, എന്നാൽ ആ സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചലഞ്ച് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്വവർഗാനുരാഗികൾക്ക് എതിരായിട്ടുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് അവർക്ക് അത് ബുദ്ധിമുട്ടുളവാക്കുന്ന രീതിയിൽ അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ അത് ഇൻറ്റൻഷനലി അവരെ ഹർട്ട് ചെയ്യുവാനും ഹെയ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രഭാഷണങ്ങൾ നീണ്ടുപോയാൽ അതിനെതിരെ ലോ എൻഫോഴ്സ്മെൻറ്റ് അവരുടെ പ്രവർത്തികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെ നമ്മളൊരു വാണിംഗ് പോലെ അത് കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളക്കാരുടെ സഭകളിലൊക്കെ പോവുകയാണെങ്കിൽ അവർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തൊടാറ് പോലുമില്ല. പലസ്തീനിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇസ്രയേലിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടെയുള്ള സ്വവർഗാനുരാഗം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറ് പോലുമില്ല. വെള്ളക്കാരുടെ സഭകളിൽ വിവിധ രീതിയിലുള്ള ആളുകൾ വരുന്നു എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ പറയുന്ന ഓരോ വാക്കുകളും എഴുതി വളരെ വ്യക്തമായി മനസ്സിലാക്കിയാണ് അവർ പ്രസംഗിക്കുന്നത്. അതുപോലെ തന്നെ മലയാളികളുടെ സഭകളിലാണെങ്കിൽ വെള്ളക്കാരും വരാത്തത് കൊണ്ട് അതും വലിയ പ്രശ്നമാവുകയില്ല. വെള്ളക്കാരും പോയി അവിടെ കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി മലയാളികളുടെ രീതിയിൽ തന്നെയാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളക്കാരോടെ വരാറില്ല. അതുകൊണ്ട് അവരും അവിടെ ആ രീതിയിൽ ഓഫൻഡഡ് ആകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ പബ്ലിക്കായിട്ട് സുവിശേഷം അറിയിക്കുന്ന സമയത്ത്, പൊതുനിരത്തുകളിലും സ്ട്രീറ്റുകളിലുമൊക്കെ സുവിശേഷം അറിയിക്കുന്ന സമയത്ത് അത് ഏറ്റവും ജ്ഞാനത്തോടുകൂടെ ചെയ്യേണ്ട ഒരു കാലഘട്ടവുമാണിത്. ഇവിടെയുള്ള പബ്ലിക് സ്ട്രീറ്റുകളിലും ഇൻ്റർസെക്ഷനുകളിലുമൊക്കെ സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് സമ്മറൊക്കെ ആകുന്ന സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്റീച്ച് പ്രവർത്തനം തന്നെയാണ്. വളരെ നല്ല ഇൻറ്റൻഷനോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അത് മറ്റുള്ളവരുടെ രൂപാന്തരത്തിന് കാരണമായി തീരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ പ്രസംഗിക്കുന്ന അനേകർ കാനഡയിലുണ്ട്. അങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്.
എന്നാൽ കുറേയേറെ പേരുണ്ട് ഫേസ്ബുക്കിലും അങ്ങനെയുള്ള റീലുകളിലുമൊക്കെ കൂടുതൽ നമ്പർ കിട്ടാൻ വേണ്ടിയൊക്കെ പ്രദർശനം നടത്തുന്നവരും ഇതിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ളവരാണ് ആത്മഭാരമില്ലാത്തവരായി പോയി പെട്ടെന്ന് എന്തെങ്കിലും കാണുന്ന സമയത്ത് എടുത്തുചാടി സംസാരിക്കുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രൊവോക്കേറ്റീവായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന സമയത്ത്, മനഃപൂർവ്വം സ്പർദ്ധ ഉളവാക്കുന്ന രീതിയിൽ ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന സമയത്ത് ഒരല്പം കരുതിയിരുന്നാൽ നമുക്ക് സമാധാനത്തോടുകൂടെ ഇവിടെ ജീവിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള നിയമങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പാസ്സായിട്ടുണ്ട്. ഇന്ത്യയിൽ മതപരിവർത്തന നിരോധന നിയമങ്ങളുള്ള 12 സംസ്ഥാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. വിശുദ്ധ വേദപുസ്തകം എന്നുള്ള ബൈബിൾ ഇന്ന് ഒഫീഷ്യലി ബാൻ ചെയ്തിട്ടുള്ള അനേക രാജ്യങ്ങളുണ്ട്. ലോകത്തിലുള്ള പല രാജ്യങ്ങളിലും വിശുദ്ധ വേദപുസ്തകത്തിന് പ്രവേശനം പോലുമില്ല. എത്രയോ സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും രാജ്യങ്ങളും ഈ ഒരു പുസ്തകത്തിനെതിരെ നിന്നിട്ടുണ്ട്. ഇതിലെ ഒരു വാക്ക് പോലും വായിക്കരുതെന്നും ഇതിൻ്റെ ഒരു താള് പോലും ഈ രാജ്യത്ത് കയറ്റരുതെന്നും പറഞ്ഞുകൊണ്ട് എത്രയോ രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും എഴുന്നേറ്റിരിക്കുന്നു. എന്നാൽ ആ സാമ്രാജ്യങ്ങളെല്ലാം അസ്തമിച്ചു പോയി. എന്നാൽ വളരെ ശക്തിയോടുകൂടെ മുന്നേറുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അത് ഇന്നും തലമുറകളെ സ്വാധീനിച്ചുകൊണ്ട് മുന്നേറുകയാണ്. യേശു കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസംഗത്തെയും വ്യാപനത്തെയും തടയുന്നതിന് വേണ്ടി ആർക്കും സാധ്യമാവുകയില്ല. എന്നാൽ അനാവശ്യമായിട്ടുള്ള ഭയം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാനഡയിലെ ക്രൈസ്തവർ അവസാനിക്കുവാൻ പോകുന്നു, ഇനി ബൈബിള് അവിടെ പ്രദർശിപ്പിക്കുവാനോ വായിക്കുവാനോ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്ന സമയത്ത് അത് വാസ്തവമായിട്ടുള്ള വാർത്തകളല്ല. എല്ലായിടത്തും സുവിശേഷത്തിനും ബൈബിളിനും ഒക്കെ ഒത്തിരി എതിർപ്പുകളുണ്ട്. ഉത്തർപ്രദേശിലൊക്കെ നമ്മുടെ ദേവദാസന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ എത്രയോ വലുതാണ്. എന്നാൽ കാനഡയുടെ ഗവൺമെൻറ് ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് സമൂഹത്തിൻ്റെ സമാധാനത്തിനും അത് ഇവിടെ പാർക്കുന്ന യഹൂദന്മാർക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും എല്ലാം ലഹളകളും വിരോധങ്ങളുമില്ലാതെ സമാധാനത്തോടുകൂടെ ജീവിക്കുവാനുള്ള മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രം നമുക്ക് ചെയ്യാം. സുവിശേഷം സധൈര്യം പ്രസംഗിച്ചാൽ ആൾക്കാരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളും എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ആൾക്കാരുടെ ഹൃദയം തുറക്കപ്പെടുമെന്നുള്ളതും മറ്റൊരു സത്യമാണ്. സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ പ്രസംഗിക്കുന്ന സമയത്ത് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് നാവിൽ തരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുത്തുള്ളതിനാൽ ഈ സുവിശേഷം ധൈര്യത്തോടുകൂടി അഭിമാനത്തോടുകൂടെ പ്രസംഗിക്കപ്പെടേണ്ട സുവിശേഷം തന്നെയാണ്. അത് ഏത് രാജ്യത്താണെങ്കിലും ആ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അത് പ്രസംഗിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ അത് പ്രസംഗിക്കുമ്പോൾ ജ്ഞാനത്തോടുകൂടെ ചെയ്യുക, പ്രിപ്പറേഷനോടുകൂടെ ചെയ്യുക, തയ്യാറെടുപ്പുകളോടുകൂടെ ചെയ്യുക, വിവേചനത്തോടുകൂടെ ചെയ്യുക, വിവേചന വരത്തോടുകൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷം എപ്പോഴും നമ്മുടെ സമൂഹങ്ങളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. കാനഡയുടെ നാഷണൽ ആന്തത്തിൽ പറയുന്നത് പോലെ ഗോഡ് കീപ് അവർ ലാൻഡ് ഗ്ലോറിയസ് ആൻഡ് ഫ്രീ. ദൈവമേ, ഞങ്ങളുടെ ഈ ദേശത്തെ അത് മഹത്വരമായും സ്വാതന്ത്ര്യമായും നിലനിർത്തണമേ എന്നുള്ള പ്രാർത്ഥന അതിനകത്തുണ്ട്. ഗോഡ് കീപ് അവർ ലാൻഡ് ഗ്ലോറിയസ് ആൻഡ് ഫ്രീ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇവിടെ വസിക്കുന്നവർ ജീവിച്ചാലും ലോകത്തിൻ്റെ മറുഭാഗത്തുള്ളവർ അവരെ പ്രാർത്ഥനയിൽ വഹിച്ചാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. സുവിശേഷത്തിന് എതിരുകൾ അനേകരുണ്ടാകും. എന്നാൽ പ്രതിഫലം നൽകുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കൃപയും ശക്തിയും നമ്മുടെ കർത്താവ് നമുക്ക് നൽകുമാറാകട്ടെ.